ബൈ അവി, ബൈ ബൈ. മൃഗാശുപത്രിയിൽ 65-കാരന് ഹൃദയ ശസ്ത്രക്രിയ. എൻ്റെ അമ്മേ, എന്തിനാണ് എത്ര മൂഡ് ഓഫ്? അവളൊരു 10 ദിവസം കഴിയുമ്പോൾ വരില്ലേ? എയർപോർട്ട് വരെ പോവായിരുന്നു. എടാ, നിനക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞോണ്ടല്ലോ അവൾ കൂടെ ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വർക്കിന് വന്ന മൂടില്ല. എടാ, ഞാൻ അവളെ വിളിച്ചിട്ട് നിർത്താൻ പറയട്ടെ. അവളിപ്പോ ആ റോഡിൽ എത്തിക്കാണുള്ളൂ. ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് പോയാലോ? വേറെ നല്ല ഐഡിയ ഉണ്ടാ. എന്താണ്? അവൾ എയർപോർട്ട് എത്തട്ടെ, എന്നിട്ട് അവളിങ്ങനെ ചെക്ക് ഇൻ ചെയ്യാൻ പോകുമല്ലോ. അപ്പൊ നീ ഓടി ചെല്ലണം. അപ്പൊ അവള് ടിക്കറ്റ് ഒക്കെ കീറി കളഞ്ഞ് ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവളൊരു അസൈൻമെന്റ് പറഞ്ഞോട്ടാണല്ലോ, അത് ചെയ്യാതെ തിരിച്ചു വന്നതിന് അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അപ്പൊ അവക്കും എന്നെ പോലെ ഇവിടെ ജോലിയൊന്നും ഇല്ലാതെ വന്ന് ഇരിക്കാം. ഇവന്റെ കാര്യം എവിടുന്ന് വന്നേട്ടാ? എനിക്ക് ഇന്നൊരു മൂഡില്ല വിനോദേട്ടാ. എങ്ങനെയെങ്കിലും നിങ്ങളവിടെ ഇല്ലേ? അല്ല, അപ്പൊ അവനവിടെ ഉണ്ടല്ലോ. പ്ലീസ് വിനോദേട്ടാ, ഇന്ന് പറ്റില്ല. പ്ലീസ് പ്ലീസ്. എടാ, നിന്റെ ഈ ശോകം ആവശ്യമില്ലാത്തതാണേ. അവളിങ്ങി വരില്ലേ? നീ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ. കുറേ കാലത്തിന് ശേഷം ഇപ്പൊ നമ്മൾ 3 ബോയ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. എന്തും പറ്റും. എന്താണ് പറ്റേണ്ടത്? പാർട്ടിക്കൊന്നും ഞാനില്ല, എനിക്കൊരു മൂഡില്ല. അയ്യേ, മീനാക്ഷി പറഞ്ഞ കറക്റ്റാട്ടാ. നീ വെറും തൈക്കളവനായി പോയി. പിന്നെ പാർട്ടി ചെയ്തില്ലെങ്കിൽ തൈക്കളവനാണല്ലേ? വേണമെങ്കിൽ ഒരു ട്രിപ്പ് പോവാം. അതിന് എന്താ എങ്ങോട്ടാ ട്രിപ്പ്? കൊടൈക്കനാലായാലോ? അവിടെ ആകുമ്പോ മഷ്റൂം ബിരിയാണി കഴിക്കാനോന്ന് പറഞ്ഞാണ്. മഷ്റൂമിന്റെ ബിരിയാണി ഉണ്ടോ? നീ ബിരിയാണിയാണോ ഉദ്ദേശിച്ചത്? ഞാൻ വിചാരിച്ച്. നീ എന്താ വിചാരിച്ചേ? എടാ, ഈ കൊടൈക്കനാലിൽ എന്തൊക്കെയാ ഉള്ളത്? കൊടൈക്കനാലിൽ എന്താ ഇല്ലാത്ത ചോദിക്ക്. ഈഫൽ ടവർ ഉണ്ടോ? ഈഫിൾ ടവർ ഇല്ല. അപ്പൊ എന്തുണ്ടെന്ന് പറഞ്ഞാൽ മതി. മഞ്ഞുണ്ടോ? മഞ്ഞല്ലടാ, കട്ടക്കോടയുണ്ട്. മതിയാ? അത് മതി. എടാ, എനിക്ക് ഒറ്റ കാര്യം പറയാം. നമ്മൾ പോയി കഴിഞ്ഞാൽ മിനിമം 3 ദിവസമെങ്കിലും കൊടൈക്കനാലിൽ നിൽക്കണല്ലോ. എടാ, ഒരു 3 ദിവസം എന്നൊക്കെ പറയുമ്പോ സിമ്പിൾ അല്ലേ? വണ്ടിയുടെയും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് ഒരു 10 രൂപ പൊട്ടും. 10 രൂപ? അത് കുഴപ്പമില്ല. നമുക്ക് പ്രാവശ്യം തകർക്കണം. കഴിഞ്ഞ പ്രാവശ്യം മിസ്സായിപ്പോയി. പൈസക്ക് ഇപ്പൊ എന്ത് ചെയ്യും? ഇത് പ്രശ്നമാണ്. എന്ത് പ്രശ്നം? നമ്മുടെ കഴിഞ്ഞ തവണത്തെ ട്രിപ്പ് പോകണമെങ്കിൽ എങ്ങനെയാടാ? ഹർത്താല് കാരണം. ഹർത്താലിനെ കൂട്ടുപിടിക്കണ്ട. നിന്റെ ഫോട്ടോഷൂട്ട് ഇടയിൽ കയറി വന്നില്ലായിരുന്നെങ്കിൽ ഹർത്താലിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പേ നമ്മൾ കേരള ബോർഡർ വിട്ടായിരുന്നു. മൂന്നാർ കേരളത്തിലാണ്, ബോർഡർ വിടണ്ട. എന്റെ ഭൂഗോളത്തിന്റെ സ്പന്ദനമേ, അതൊരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞോളാം. നിനക്ക് മനസ്സിലായില്ലടാ. ഇനി നീ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഈ വർക്ക് ഇപ്പൊ തീർത്തില്ലെങ്കിൽ അവസാനം ടൂർ പോകാൻ നേരത്തെ എന്തെങ്കിലും ഒരു കുരിശ് കയറി വരും. ഇതങ്ങനെ അത്യാവശ്യമുള്ള വർക്കൊന്നും അല്ല. നീ അതിന് കാര്യം ചോദിച്ചു അവളോട്. വേണ്ട, അല്ലാതെ എനിക്കറിയാം അത് അത്യാവശ്യമുള്ള കാര്യമില്ല. എന്താടാ? എടാ, ഒന്ന് പോയാ വർക്ക് തീർക്കടാ. കൊടൈക്കനാല് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇനി നിനക്കെന്താണ്? ഞാൻ പണിക്ക് വേണ്ടെന്ന് വിചാരിച്ചു. അതെന്ത്? നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ പോയി ജോലി ചെയ്താ. പോയ കാശ് വേണ്ടേ? 10,000 രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കണ്ടേ? എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിലടിച്ചോണ്ടിരിക്കുന്നേ? മാം, 270 രൂപ മാം. മാം ഒന്നിങ്ങോട്ട് വന്നേ. ഒന്ന് ഞാൻ അങ്ങോട്ട് വന്നു. മാം, 270 രൂപ. തനിക്ക് ഗ്യാസ് കുറ്റി മാറ്റിയിടുന്നറിയോ? ഇല്ല മാം, എനിക്കറിയില്ല. എവിടെ തന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് അറിയത്തില്ലയോ? അത് അവിടുന്ന് പറഞ്ഞിട്ട് ചെയ്യരുതെന്ന്. അയ്യോ, അതുകൊണ്ടല്ലേ എനിക്ക് ചെയ്യാൻ അറിയില്ല. ഗ്യാസ് കുറ്റി മാറ്റാനോ? ഇങ്ങ വന്നേ. ആ ഗ്യാസിന്റെ മുകളിൽ റെഗുലേറ്റർ ഒന്ന് എടുത്തേ.
അത്രേ ഉള്ളു ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നിന്റെ അടവായിരുന്നല്ലേ? ആടോ 270 രൂപ. ആ, നിനക്ക് 2 മാറ്റിയിടാൻ അറിയോ? ആ? അപ്പൊ ഇതും പഠിച്ചില്ല? ബാക്കിയൊക്കെ ഞാൻ വേറെ എവിടെന്നെങ്കിലും പഠിച്ചോളാം. ഓഹോ, ഭയങ്കര സാമർത്ഥ്യമാണല്ലോ. അപ്പൊ ഇത് ഇടൂ നീ. കൂടി വന്നാൽ ഇച്ചിരി കുമിളിക്കും. ചെറിയ പടലാണ്, വേഗം മാറിക്കോളും, കുഴപ്പമില്ല. എനിക്ക് പോണായിരുന്നു, ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തിരുന്നെങ്കിൽ. നീ വളരെ നല്ല പയ്യനാ. ആ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ, മറ്റുള്ളവരെ സഹായിക്കില്ലാന്ന്. അത് കുഴപ്പമില്ല. നിന്റെ അടുത്ത് ഞാനൊരു സത്യം പറയട്ടെ? എന്ത്? ഫുഡിന്റെ കാശ് ഇല്ല എൻ്റെ കയ്യിൽ. അടിപൊളി, കൊള്ളാം, നല്ല ഭാവിയുണ്ട്. എണീക്കല്ലേ എണീക്കല്ലേ, മുഴുവൻ കളിക്ക്. ഇനി ഇവിടെ സൗകര്യം കുറവാണെങ്കിൽ സാർ ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് കളിച്ചോളൂ കേട്ടോ. അല്ല, ഇപ്പൊ വർക്കൊന്നുമില്ലല്ലോ. എടാ, വെബിന്റെ വെഡിങ്ങിന്റെ പിക്സ് നീ എഡിറ്റ് ചെയ്താ? ഇല്ലാതെ കഴിഞ്ഞിട്ടില്ല. അതൊന്ന് പോയി കഴിക്കോ? ഈ നിന്നെയൊക്കെ നോക്കാനായിരിക്കും വീട്ടിലിരുന്ന് എന്റെ വിനോദനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എടാ, ഈ ഫീൽഡിൽ ആദ്യം വേണ്ട എന്താണെന്നറിയോ? ഇല്ല. നല്ല ക്ഷമയാണ്, പിന്നെ കുറച്ച് അനുസരണേ. അത് നിനക്ക് നന്നായിട്ടുണ്ടെന്ന് അറിയാം. അത് രണ്ടും. അതുകൊണ്ട് നീ പോ, ചെല്ല് ചെല്ല്, പോ വർക്ക് ചെയ്യപ്പോ. എന്താണ് എന്തോ പണി പാളി ചേട്ടാ. എന്താടാ കാര്യം പറ. അപ്പൂപ്പൻ പണി തന്നു. ഇതാണോ നിന്റെ അപ്പൂപ്പൻ? എന്റെ അപ്പൂപ്പനല്ല, ഇത് വേറൊരാളുടെ അപ്പൂപ്പൻ. ആ, ഇയാളുടെ മോന്റെ മോന് ഇന്ന് ഇവിടെ ഈ ഫോട്ടോ ഡീറ്റെയിൽസ് ചെയ്യാൻ വന്നായിരുന്നു. തന്ന ഫോട്ടോ ഇതാണ്. ഇതിൽ എവിടെ ഇയാളുടെ മുഖം? ഇത് കണ്ടിട്ട് നീ എന്തിനാ ഇതൊക്കെ മേടിച്ചു വെച്ചാ? ഇവിടെ ഒന്നും ചെയ്യാറില്ല ആക്ച്വലി നമ്മള്. അത് ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്റ്റുഡിയോയിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഏറ്റാണ്. ഇത് കണ്ടിട്ട് നീ എന്തിനാണ് ശരിയാക്കി തരാന്ന് പറഞ്ഞ? ഇതിന് എന്തുണ്ടാക്കാനാടാ? അങ്ങനെ ഉണ്ടാക്കിയപ്പോഴേ ഏട്ടാ ഇങ്ങനെ വന്നത്. പോരാത്തതിന് അയാളുടെ കൂടെ വന്ന ആള് ഈ പടം കണ്ടിട്ട് പുള്ളിക്കാരന്റെ അപ്പുറത്തെ വീട്ടിലെ അപ്പൂപ്പന്റെ നല്ല ചായ ഉണ്ടെന്നൂടി പറഞ്ഞു. അതോടെ കയ്യിൽ നിന്ന് പോയി ചേട്ടാ. അയാളിനെ തല്ലിയില്ലെന്നേ ഉള്ളൂ. 1 മണിക്കൂർ തിരിച്ചു വരാമെന്നാ പറഞ്ഞേ. നമ്മളെന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, തിരിച്ചു കൊടുത്തേക്ക്. ചെയ്യാൻ പറ്റില്ലെന്ന് പറ. എന്താടാ? എന്തായി എന്തായി? പണി കഴിഞ്ഞ? ഞാനിപ്പോ ഇങ്ങോട്ട് എത്തിയല്ലേ. എന്താ കാര്യം? ഒന്നുമില്ല, നിന്റെ ജോലി തീർന്നെന്ന് പറയാനാണ്. ഇന്നെങ്കിലും ടൂർ പോകാൻ പറ്റുമോടെ? നിനക്ക് വൈകുന്നേരം പോയപ്പോരെ? അപ്പോഴത്തേക്ക് ഞാൻ തീർത്തോളാം കേട്ടാ. നിന്റെ പ്ലാനൊക്കെ എന്തായി? ഇവിടെ എല്ലാം സെറ്റാണ്. ഇനി നിന്റെ ജോലി തീർന്നാ മതി. തീർക്കാൻ. ചേട്ടാ എന്താടാ? ചേട്ടാ അയാൾ ആളിച്ചൊരു സീനാണ്. നാളെയാണ് അവരുടെ ഈ പരിപാടി. അപ്പൊ ഈ ലേറ്റ് മൂമെന്റിൽ വേറൊരു സ്റ്റുഡിയോയിൽ ഈ വർക്ക് എടുക്കില്ലെന്ന് അയാൾക്ക് അറിയാം. ആരാണ് അയാള്? ഒരലക്സാണ് കല്ലൂരുള്ള. അവർക്ക് എന്തോ ഹാർഡ്വെയറിന്റെ ഒക്കെ ബിസിനസ്സാണ്. വിനോദേട്ടൻ പറഞ്ഞു നിങ്ങൾ അവരുടെ ഫാമിലി കല്യാണമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. അലക്സോ? ആ, ആളിത്തിരി സീനാണ്. അത് ഈ ഏട്ടൻ എന്റെ മോൻ കണ്ടിട്ട് ഇത്രയും നേരിട്ട് മനസ്സിലായില്ലേ? ഞാൻ നോട്ടെ. ആ നോക്കിയേട്ടാ. നിനക്ക് പണിയൊന്നുമില്ല? ഇല്ല. ചേട്ടൻ പറഞ്ഞു എന്തിനാണ് ഞാൻ പറ പറ. നീ ഒരു പണി, നീ താഴെ പോയിട്ട് താഴ്പെട്ട് അല്ല താഴ്പെട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ദൈവമേ, പോയൊരു പപ്പായ ജ്യൂസ് മേടിച്ചിട്ട് Okay, ready. ഓടാ. ഒന്നും പറയണ്ട ചേച്ചി. അന്ന് നമ്മൾ കണ്ടതിന് ശേഷം പിന്നെ ഫുള്ള് പ്രശ്നങ്ങളാണ്. അയ്യോ, എന്തു പറ്റി സാർ? എത്രയും പെട്ടെന്ന് ആ കാശ് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടോ. സാർ ഇത് വാങ്ങണം. ഇതെന്താ? അതാണ് ധനമാൻ യന്ത്രം. വെറുതെ ഏതെങ്കിലും ഒരു മൂലയിലും കണ്ട് കൊണ്ടുവെക്കുക. അവിടെ ഇരുന്നവൻ സാറിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് റെഡിയാണ്. സാറിന് നല്ലവർ തന്നെ. അയ്യോ, എന്താണെന്നറിയില്ല, ബിസിനസ് ആകെ മോശം അവസ്ഥയിലായി. 3 കാറുണ്ടായിരുന്നത് 2 വിറ്റു. വീടിന് ജപ്തി ഭീഷണി. ഒരു വാടക വീട്ടിലേക്ക് മാറേണ്ട അവസ്ഥ വന്നു. എന്നിട്ടും രക്ഷപ്പെട്ട് വന്നത് എങ്ങനെയെന്നറിയൂ? പ്രതികാരം ചെയ്യാനാണോ സാർ? DIG തന്ന ആ ധനുമാൻ യന്ത്രം. രക്ഷപ്പെടാനായിരുന്നു ഞാൻ സാറിനെ തന്നത്. അതുണ്ടായിരുന്നു കൊണ്ടാ DIG പിടിച്ചു നിന്നത്. അയ്യോ, പിന്നെ എൻ്റെ കഷ്ടകാലത്തിന് വീട്ടിൽ കള്ളനും കയറി. സ്വാഭാവികം. ആ കള്ളം കൊണ്ടുപോയ സാധനങ്ങളുടെ കൂട്ടത്തിൽ ആ യന്ത്രം ഉണ്ടായിരുന്നു. അയ്യോ, കള്ളം നശിച്ചു പോച്ചു. അതേ ദുഷ്ടൻ. അങ്ങനെ അതോടെ എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പിന്നെ
ഒരുവിധം കഷ്ടപ്പെട്ടാണ് വീടും കാറും എല്ലാം തിരിച്ചു പിടിച്ചത്. അങ്ങനെ അതൊക്കെ പോട്ടെ, ദീപുനെതിരെ കാശ്. കാശ് ഞാൻ പറഞ്ഞു വന്ന പോലെ എൻ്റെ കൂട്ടുകാരൻ മരണശയ്യയിലാണ്. ഓ, ഡോക്ടർമാരൊക്കെ പലതവണ കൈവിട്ടിട്ടും അവൻ പ്രതീക്ഷ കൈവിട്ടിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മൂക്കിൽ കൂടെ 2 മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടവൻ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല സാർ. അപ്പം ഞാൻ തീരുമാനിച്ചു കാശും കൊണ്ടേ ഞാൻ തിരിച്ചു പോകുള്ളൂ. ആട്ടെ, എത്ര രൂപയാണ് വേണ്ടത്? ജസ്റ്റ് ഒരു 20,000 ബഗ്സ് മതി സാർ. 20,000 ഒരു ഓപ്പറേഷനോ? അല്ല, മൊത്തം 2,20,000 ആണ്. 2 ലക്ഷം സെറ്റായി. ഇനി 20,000 കിട്ടിയാൽ ഓക്കെ. പൈസ ഞാൻ തരാം. അല്ല, വെറുതെ വേണ്ട കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞ സ്ക്രിപ്റ്റിന്റെ അഡ്വാൻസ് ആയിട്ട് തന്നാൽ മതി സാർ. അതിന് സ്ക്രിപ്റ്റ് റെഡിയായി? സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ല. റെഡി ആവുന്നതിന് മുമ്പ് തരുന്നുള്ള അഡ്വാൻസ്. അങ്ങനെയല്ലേ? തന്നെ സഹായിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. പക്ഷേ DIG ഒരു സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ സഹായിക്കും. ആളുകളെ സഹായിക്കുന്നതിൽ DIGയെ തോൽപ്പിക്കാൻ എനിക്കാവില്ലല്ലോ. DIG തോൽപ്പിക്കാനാവില്ല. അല്ല ചേച്ചി, ഈ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചൂടെ? അത് ചെറിയൊരു എമൗണ്ടിൻ്റെ കാര്യമല്ലേ? ഹലോ. അതിന് 2 പ്രശ്നങ്ങളുണ്ട്. എന്താണ്? എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. പിന്നെ രണ്ടാമത്തത്, പഴയ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ ആരും നമ്പർ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഈ വീട്ടിലാരൊക്കെ ഉള്ളത്? അയ്യോ, കരയല്ലേ? എന്തിനാ കരയണ? കരയാനുള്ളത് കരുതി തീർക്കട്ടെ. അത് ഇപ്പം തന്നെ തീർക്കണോ? ഞാൻ പോയിട്ട് സമയം ഉണ്ടാവൂലേ? സമയം അതാണ് പ്രശ്നം. ബിസിനസ്സിന് വേണ്ടി ഞാൻ 1 വർഷം, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ ഇട്ടിരുന്ന 20 ലക്ഷം രൂപ അത് ഞാൻ ഇങ്ങെടുത്തു. അത് തെറ്റാണോ? അല്ല, അതിനൊരു 270 രൂപ എടുത്ത് തരുമോ? അത് തീർന്നു. എങ്ങനെ ബിസിനസ് ചെയ്ത്? ഇപ്പം ഞാൻ ചോദിച്ചപ്പോഴുണ്ടല്ലോ, എനിക്ക് വെച്ചതെല്ലാം കൂടെ അവൻ കൊച്ചവൻ എടുത്തു കൊടുത്തു. ആർക്ക്? എൻ്റെ അനിയൻ ബെന്നിക്ക്. ഓ, ഇപ്പം ആരോട് ചോദിച്ചാൽ പൈസ കിട്ടും? മൈ ഹസ്ബൻഡ്. പുള്ളി എവിടെ ഉണ്ട്? എനിക്കറിയില്ല. അതെന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഒരാൾ ഒരു സമയം എവിടെ ഉള്ളതെന്ന് അറിയാൻ പറ്റുമോ? അല്ല, സാമിൻ്റെ പ്രിയപ്പെട്ട ഒരാൾ. ആരാ? അതിപ്പം DIG. ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് അറിയാൻ പറ്റുമോ? ആ വീട്ടിൽ തന്നെയാണ്, അവന് വേറെ പണിയൊന്നുമില്ല. അതുപോലൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡ്. ആളിന് നല്ല ജോലി, നല്ല വരുമാനം എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പ് വരെ. വെൽ ഡൺ. ഈ ലൈഫ് പാർട്ണർ ആകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വേണം. അത് ആളിനില്ല. ഒരു ബിസിനസ്സൊക്കെ ആകുമ്പം പൈസയൊക്കെ പോവില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, പോയത് നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന്. എന്നിട്ട്? പക്ഷേ വേറെ ബിസിനസ് ചെയ്യാൻ പറ്റണ്ടേ? മൊത്തത്തിൽ കുഴപ്പമാണല്ലേ? അങ്ങനെ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പൈസ പോയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി. അപ്പോൾ എനിക്കും ദേഷ്യമായി. അങ്ങനെയൊക്കെ ഈ വട്ടുപിടിക്കുമ്പോഴുണ്ടല്ലോ, എപ്പോഴും ഒരു കുപ്പി നോക്കി എപ്പോഴും സംസാരിക്കും. അപ്പോഴെനിക്ക് ദേഷ്യം വന്ന് ഞാൻ ആ കുപ്പി തല്ലി പൊട്ടിച്ച്. അതിനകത്തുനിന്ന് എന്തോ ഒരു പൊടിയൊക്കെ വന്ന്. അപ്പോഴാണ് പറയുന്നത് അത് അച്ഛൻ്റെ ചിതാഭസ്മം എന്തോ ആണെന്ന്. അപ്പോൾ പിന്നെ അത് നേരത്തെ ഒന്ന് പറയണ്ടേ? അലറിക്കൊണ്ടാണ് പറയുന്നത്. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളം കോരി ഒഴിച്ചു. എന്താ ചേട്ടാ ഇതുവല്ല നടക്കൂ? എടാ പുല്ലേ, ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ, ഇത് ഞാൻ മേടിച്ചു വെച്ച പണിയാണല്ലോ. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ ചേട്ടാ, ഞാൻ ചേട്ടൻ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. ശരി, ഇതല്ലേ മോട്ടിവേഷൻ? വിഷക്കെട്ടില്ലേ? ഇത് നടക്കുന്നില്ല. അവി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ് ചെക്കൻ വീണ്ടും മൊബൈലിൽ കളി തുടങ്ങിയ? അതല്ല, പിന്നെ നിതിന് നന്നായിട്ട് ഫോട്ടോഷോപ്പ് അറിയാം. അവന്റെ അടുത്ത് പറഞ്ഞാൽ അവൻ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പാ? മോളെ അവനോട് പണിയെടുക്കാൻ തന്നെയല്ലേ വന്നത്? പക്ഷെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ അവ ഉഴപ്പും. അടിപൊളി. ഞാനിപ്പോ ഹെൽപ്പായിട്ട് പോയി ചോദിക്കണമായിരിക്കും അല്ലേ? കൂട്ടുകാരൻ നല്ല ഒത്തുകളിയാണല്ലോ. ഇങ്ങനെ തന്നെ വേണം കേട്ടാ. അല്ല, ഞാൻ ശരിക്കും നിക്ക്, ഞാൻ വരാം. എവിടെ നിതിൻ മോൻ? അതെ, അങ്ങനെ ഏത് നേരം ഒന്നും വർക്ക് ചെയ്യണമെന്നില്ല. ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്ക്. നമുക്കിവിടെ നല്ല അന്തരീക്ഷമൊക്കെ അല്ലേ? അല്ല വേണ്ട, ഒന്നും പറയണ്ട, എനിക്കറിയാം. വിനോദേണ്ണല്ലെങ്കിലും തെറ്റില്ലല്ലോ. ഒന്നും കാണാതെ വിനോദേണ്ണ നിന്ന് എടുക്കില്ലല്ലോ. നിനക്ക് ഫോട്ടോഷോപ്പ് ഒക്കെ നന്നായിട്ട് അറിയാല്ലേ? കുറച്ചൊക്കെ. ഇവിടെ വന്നേ, ഒരു പണിയുണ്ട്. വാ വാ, ഇവിടെ വായോ. ഇവിടെ ഇരുന്നേ. എന്നിട്ട് ഈ ഫോട്ടോ ഒന്ന് വർക്ക് ചെയ്യ്. എന്താ പറഞ്ഞു കൊടുക്കും? ഓക്കെ പറയടാ. അളിയാവി, ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചാടാ.
പറളിയാ. എന്തായി പണി തീർന്ന? ഇല്ല, എന്തേ? എടാ നമുക്ക് ട്രിപ്പ് പോണ്ടേ? വേഗം പണി എടുത്തിട്ടേ വരാവുള്ളൂട്ടാ. നിന്റെ പണിയൊക്കെ കഴിഞ്ഞാടാ കൂട്ടുകാരാ. പിന്നെ ഐ എം വെയിറ്റിംഗ്. എന്റെ പൊന്നു ചേട്ടാ, ലാസ്റ്റ് സമയത്ത് എങ്ങനെ റേറ്റ് കൂട്ടല്ലേ? ഇത്രയൊക്കെ ആവും ചേട്ടാ ഒരു കാർ ഒറ്റ ദിവസത്തേക്ക്. ഞാൻ വിളിക്കാം. സാഹചര്യം ചൂഷണം. എന്തൊരു തീ പിടിച്ച റേറ്റാണ്. ഇങ്ങനെയാണ് മനുഷ്യനങ്ങനെ കൊടൈക്കനാൽ പോയി കളർ കാണും. താടാ ഇങ്ങോട്ട്. എന്താ പ്രശ്നം? എടാ ടൂർ പോകാൻ കാർ റെഡി ആയിട്ടില്ല. ഇപ്പൊ പറയണം 1500 രൂപയാവും. ഈ അവസാന വിഷയം എന്ത് ചെയ്യുന്നു ഒരു പിടിയില്ല. ചേട്ടൻ എന്നോട് ഒരു സ്നേഹമില്ല. ഇങ്ങനെ സ്നേഹിക്കാൻ നീ എൻ്റെ ഭാര്യ വല്ലതും ആണോടാ? അതല്ല ചേട്ടാ, സ്നേഹമുള്ള മനസ്സിലെ മറ്റൊരാളുടെ മനസ്സിലെ എന്നെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായില്ല. ചേട്ടന് കാറല്ലേ വേണ്ടേ? അതെ. എന്നോടൊന്ന് ചോദിച്ചു നോക്ക്. ഒരു കാർ കിട്ടുമോ സുധിക്കുട്ടാ? ഞാൻ കൊണ്ടേ തരും കാറ്. ചേട്ടന് ഒരു ദിവസം ഒരു 600 രൂപ കൊടുക്കാൻ പറ്റും? പറ്റും. എടാ ഇതെങ്ങനെ? എൻ്റെ പരിചയത്തിലുള്ള ഞാൻ കൊണ്ടേ തരാം. എടാ നീ എന്താ കൊണ്ടു താടാ. എടാ എനിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടിട്ടാ. ഇത് കഴിച്ചോളൂ, എന്നിട്ട് പൈസ ഞാൻ കൊടുത്തോളാം. മുഴുവൻ കഴിച്ചോ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ നമ്പരോട് എഴുതിയിട്ടേക്കെ. എന്താ വേണ്ടത്? ആരാണ്? വേണ്ടത് നിനക്കല്ലേ? മര്യാദയ്ക്ക് സംസാരിക്കണം. അവരെന്താ വേണ്ടതെന്ന് ചോദിച്ചില്ലേ? ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചോ? ഇയാൾ സ്ഥിരം ശല്യപ്പെടുത്താറുണ്ടോ? ആരാ ചേച്ചി ചെക്കൻ? ചേട്ടൻ എന്താ വേണ്ടേ? ചേട്ടനോ? എനിക്ക് ഇങ്ങോട്ട് വരാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ ചേച്ചി? നീയല്ലേ ഇവിടെ ഉള്ളത്? പ്രായമായ സ്ത്രീയെ ഫുഡ് പോലും മേടിക്കാൻ പറ്റാത്ത അവസ്ഥ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയിട്ട് താനെന്തൊരു മനുഷ്യനാണോ? പ്രായമായ സ്ത്രീയെ ഒറ്റയ്ക്ക് വിട്ടു പോയെന്നോ? ഞാനാ ചേട്ടനെ പറഞ്ഞു വിട്ടത്. ചേട്ടൻ പോയതൊന്നുമല്ല. എനിക്കറിയാം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലെന്ന്. അല്ല, അപ്പം എനിക്കറിയായിരുന്നു ചേട്ടൻ വരുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ചേട്ടൻ്റെ അത്രയും സ്നേഹമുള്ള ആരുമില്ല. എന്നിട്ട് നിങ്ങൾ അങ്ങനെയല്ലോ എന്നോട് പറഞ്ഞത്. ഇതൊക്കെ നിന്നോട് പറയണമെന്നുണ്ടോ? പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും ഡ്രാമ ഇവിടെ കാണിച്ചത്? എന്തൊക്കെയാ ചേച്ചി ഈ ചെക്കൻ കിടന്ന് പറയണേ? ചേട്ടാ അന്ന് ചേട്ടൻ ദേഷ്യപ്പെട്ടപ്പോഴേ കുപ്പി പൊട്ടിച്ചതും അച്ഛൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ച കാര്യമൊക്കെ ഞാൻ ഈ ചേക്കനോട് പറഞ്ഞായിരുന്നു. എനിക്കൊരു കാര്യം അറിയണം. എന്ത്? എനിക്കൊരു 270 രൂപ കിട്ടുമോ? ചേട്ടാ ഇത് നടപടിയാവില്ല. അങ്ങനെ പറയലടാ. ഇയാളുടെ ഫാമിലിയുടെ വേറെ ഫംഗ്ഷൻസ് ഒക്കെ നമ്മളല്ലേ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇയാളുടെ ഫോട്ടോസ് കയ്യിൽ കാണാൻ കാണിച്ചില്ലേ? ഈ അലക്സിന്റെ അനിയന്റെ കല്യാണമൊക്കെ നമ്മൾ ചെയ്തത് ഒരു 3 മാസം മുമ്പ്. അപ്പൊ അതിന്റെ പിക്സ് ഒക്കെ ഈ ഡ്രൈവ് കിടപ്പുണ്ട്. എന്റെ പൊന്നു മോനെ, ഇയാളിങ്ങനെ ചിരിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. അതിന്റെ പരിപാടിയാണ് നാളെ നടക്കുന്നത്. നിനക്കിപ്പോ കാര്യമൊക്കെ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഉള്ള ഫോട്ടോ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. നിനക്ക് നന്നായിട്ട് കാല് പിടിക്കാൻ അറിയോ? ശ്രമിക്കാം. എന്നാ അയാൾ വരുമ്പോ നന്നായിട്ട് പിടിച്ചോ. നീ ഇങ്ങോട്ട് പോണു മുങ്ങാനായിട്ട്. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ടുണ്ട് ചേട്ടാ. ഞാനും വരാം. അവിനാശേ, എന്തായി? ഫോട്ടോ റെഡിയായോ? അത് ഞങ്ങളിവിടെ താനൊക്കെ ഉണ്ടായിട്ടാണോ? അല്ല, ഞങ്ങളിവിടെ ഫോട്ടോ റെഡി. കളിക്കല്. ഇതെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട്? വണ്ടർഫുൾ, ഗുഡ് ജോബ് അവി, ഗുഡ് ജോബ്. കണ്ടോ, അവി വന്നപ്പോ എല്ലാ കാര്യങ്ങളും ശരിയായി. ഞാൻ ആദ്യമേ അവിയെ വിളിക്കേണ്ടത്. എന്താ വിളിക്കാതിരുന്നേ? അയ്യോ മോനെ, വീഴില്ല. സംഗതി ക്ലീൻ ആണ്. റിലാക്സ്. അപ്പൊ ഇനി മേലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ. എന്തൊരു സാറേ, പിള്ളേർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഉണ്ടാവില്ല. സാറേ, പിന്നെ നമ്മള് പ്രിന്റ് എടുക്കുന്ന എവിടെയല്ല. അപ്പൊ പ്രിന്റ് എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിച്ചാ പോരെ? ഓ മതി. അപ്പൊ ശരി അവി. ഓക്കെ, ശരി. എടാ മുത്തേ, നീ ഇതെങ്ങനെ റെഡി ആക്കണം? ഇത് ഇയാളുടെ അപ്പൂപ്പന്റെ ഫോട്ടോ ഒന്നുമല്ല. പിന്നെ ഇത് അയാളുടെ ഫോട്ടോ തന്നെയാ. അയാളുടെ ഫോട്ടോ നമ്മുടെ ഡ്രൈവിലുണ്ടായിരുന്നു. അത് ഫേസ് ആപ്പിൽ ഇട്ടതാ. എടാ മിടുക്ക. വേറൊരു ഫോട്ടോ കാണിച്ചട്ടെ. ഇത് നോക്കി. മുതലാണ് ഇത് ഞാനല്ലേ? കുഴപ്പമില്ലല്ലേ? നിന്റെ ആണ് ചേട്ടൻ വെയിറ്റ് ചെയ്തേ. എങ്ങനെയുണ്ട്?
മീശയൊക്കെ. അത് മനസ്സിലായില്ല. ഡീജിൽ അനുസരിട്ട് അവന്റെ കണ്ണണ്ടില്ലേ അതുപോലെ തന്നെ. അയ്യോ ആ എത്തിയടാ. എന്തായി? ഞങ്ങള് റെഡിയാണ്, പോണ്ടേ? അല്ല ഞാനത് പറയാൻ വരുമായിരുന്നു. ആ. നമ്മുടെ പോക്ക് ചിലപ്പം നടക്കില്ല എന്നാണ്. എന്താ മണ്ണിടിച്ചില്, കൊടൈക്കനാൽ മണ്ണിടിച്ചില്. ഏത് റൂട്ടില്? മൂന്നാറല്ലേ അത്? മൂന്നാർ റൂട്ടിലാണ്. അപ്പൊ കുഴപ്പമില്ല, നമ്മള് പോകുന്ന മറ്റേ പഴനി പൊള്ളാച്ചി റൂട്ടാണ്. ഓക്കെ. അല്ല എന്താണെന്നറിയോ, ഈ മൂന്നാർ റൂട്ടിലാണ് കംപ്ലീറ്റ് സീനറി ഒക്കെ ഉള്ളത്. മറ്റേ റൂട്ടില് അത് കിട്ടില്ല. അത് അവിടെ അല്ലേ മണ്ണടിച്ച് നടക്കുന്നത്, അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. നാളെ വരെ ആ മണ്ണൊക്കെ കോരി മാറ്റും അത്രേ. അപ്പൊ നമുക്ക് മറ്റന്നാൾ പോയി കഴിഞ്ഞാൽ സീനും മിസ്സാവൂല. ആ അത് ശരിയാടാ. അല്ലെങ്കിൽ വെള്ളിയാഴ്ച യാത്ര പോകാൻ അത്ര നല്ലതല്ലടാ. കറക്റ്റ്. വെള്ളിയാഴ്ച ട്രിപ്പ് പോകാൻ പാടില്ല. എടാ പന്ന പുല്ലേ, എല്ലാ സമയത്ത് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞെങ്കിൽ അപ്പൊ തന്നെ അന്ധവിശ്വാസം എന്ന് പറയുന്നവരാണ്. എന്ത് വെള്ളിയാഴ്ച നിന്റെ സത്യം പറ, എന്താ കാര്യം? അത് പറഞ്ഞു കൊടുക്കുന്നത്. എടാ സത്യം പറഞ്ഞോ? എടാ നീ എന്നെ കുത്തോടാ. ഇന്നെനിക്ക് നല്ല ദിവസമാണ്. എന്താ കാര്യം? എന്തായാലും സത്യം പറയട്ടെ. എന്താണ്? പോലീസ് മാവൻ വിളിച്ച് അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്തിന്? അതായത് പുറത്തൊക്കെ ഭയങ്കര കാശായത് കാരണം ഞാൻ സുധീയുടെ കെയർ ഓഫിൽ ഒരാളുടെ നിന്നാണ് വണ്ടി റെന്റിന് എടുത്തത്. അയാൾക്ക് വണ്ടി റെന്റിന് കൊടുക്കാനുള്ള ലൈസൻസ് ഇല്ലായിരുന്നു. മാത്രമല്ല അയാൾ തന്ന വണ്ടിയുടെ പേരിൽ ഒരുപാട് പോലീസ് കേസൊക്കെ ഉണ്ടായിരുന്നെന്ന്. ഇപ്പൊ വണ്ടി എൻ്റെ കയ്യിലാണെന്ന് അറിഞ്ഞിട്ട് എന്നോട് അല്ല നമ്മളോട് അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. നശിപ്പിച്ചില്ലടാ. നിനക്ക് എന്ത് ചെയ്യാനടാ? അല്ല നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സിമ്പിളായിട്ട് അത് ഹാൻഡിൽ ചെയ്തിട്ട് വന്നോടാ നമുക്ക്. എന്നിട്ട് ട്രിപ്പിന് വന്ന് നമുക്ക് അല്ല നമുക്കൊന്ന് പോയിട്ട് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട്. എടാ വി സാമേ, എടാ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ടാടാ. എടാ ഒന്നൊക്കെ അയ്യോ